അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലംബോർഗിനിൻ്റെ ഒരു ചെറിയ പുള്ളപ്പ് കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കൊരു പെന്നും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതാ ഇങ്ക് എന്നറിയില്ല. ഓക്കെ, ബ്ലൂ കളർ ഇങ്കാണ്. ഇതും കൂടെ നമുക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ കമ്പനി അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗൈസ് വേണ്ട, ലൈക്ക് ഇട്ടാലും മതി. പിന്നെ ഡോംസിൻ്റെ ഹെക്സൽ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയെങ്കിലൊന്ന് ലൈക്ക് ഇട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ലാംബോൻ്റെ ഒരു ഇത് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാംബോ. ബ്ലാക്ക് പാന്തർ SVJ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് സൗണ്ട് ഉണ്ട്. നിങ്ങൾ ലൈറ്റ് കത്തും, മുമ്പിൽ ലൈറ്റ് കത്തും, ബാക്കിലും കത്തും. ഓക്കെ, ഇത് മൂന്ന് ഡോർസ് ഉണ്ട്. എന്ന് വെച്ചാൽ ബാക്കിലൊരു ഡോറുണ്ട്, എൻജിൻ്റെ ഡോറ്, പിന്നെ 2 ഡോർ കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇത് നമ്മൾ 2 ടയർ നീക്കി വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ സൗണ്ട് ഇല്ല, അതിൻ്റെ അതൊരു സൗണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഒന്ന് സൗണ്ട്? നിങ്ങളൊന്ന് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. കേൾക്കുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് 2 ഓപ്പണബിൾ ഡോർസ് ഉണ്ട്. ഇതാ ഓക്കെ, ഇതാണ് നമ്മുടെ ഡോർസ്. എൻജിൻ തന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇത് അടക്കാനും പറ്റും. ഈ സൗണ്ട് കേൾക്കുക ഗൈസ്. നമുക്ക് കേൾക്കാൻ പറ്റില്ല തോന്നുന്നു, കാരണം ഇത് ചെറിയ സൗണ്ടാണ്, അങ്ങനെ കേൾക്കുന്നില്ല. ഇത് കുറേ നാളായി ഇവിടെ വെച്ചിട്ട്, അതുകൊണ്ടാണ്. ഇതെല്ലാം കണ്ടത് ഗൈസ്, കാർബൺ ഫൈബർ കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. റിയലാണോ അറിയില്ല, ഫേക്കാ തോന്നുന്നു. എൻ്റെ ചിഹ്നം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ലംബോർഗിനി ഫാൻസ് എല്ലാം ഒന്ന് താഴെ ലൈക്ക് ഇട്ടോ. പിന്നെ ഇത് എക്സോസ്റ്റർ ഉണ്ടോ? ഇതന്നെ എക്സോസ്റ്റർ. ഒരു ടർബോ എഞ്ചിനല്ല കേട്ടോ ലാംബോൻ്റെ. അപ്പം നമ്മുടെ ഈ പെന്ന് ഫ്രീ ആയിട്ടൊന്നുമല്ല ഗൈസ് കിട്ടുന്നത്. ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞതാ. അപ്പോൾ ഇല്ലേ ഗൈസ്, നിങ്ങൾക്ക് എന്താ പറയുക എന്നാന്ന് വെച്ചാൽ ഗൈസ്, എന്താ പറയുക, ഒരു സൂത്രം നിങ്ങൾ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്തോളൂ, കാണിച്ചു തന്നോളൂ. ഞാനിപ്പോൾ അത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ വരച്ച ചിത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് തരാം. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ, നിങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിവിടെ വായിക്കാം, നോക്കിയൻ്റെ ഫോൺ. അപ്പോൾ
ഇതാണ് ഗൈസ് ഫോൺ വർക്കാവില്ല കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ ഒന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾ നമുക്ക് ഇത് കണ്ടോ നിങ്ങൾ, ഇത് വർക്കാവും. നമുക്ക് ഇതിനൊക്കെ ഏത് വേണമെങ്കിൽ കളിക്കാം. പിന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചാൽ അതിൻ്റെ താഴത്ത് ഞെക്കുക ഉണ്ടാവും, ഒരാളെ വിളിക്കാൻ പറ്റും. പിന്നെ ഇത് ഞെക്കുക ഔട്ടാവും. എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ സിം കാർഡ് ഇട്ടിട്ടില്ല ഗൈസ്, അത് പോയി. ഇവിടെ പാമ്പിൻ്റെ ഗെയിമിലൊക്കെ കളിക്കാൻ പറ്റും, പക്ഷെ ചാർജ് ഉണ്ട്. സിം ഇട്ടാൽ എല്ലാം കളിക്കാം, ഗെയിം കളിക്കാം, കുറേ ഗെയിം. ഞാൻ എത്ര ഗെയിം ഉണ്ടെന്ന് പറഞ്ഞുതരാം ഗൈസ് നിങ്ങളോട്. One, 2, 3, അപ്പോൾ നമുക്ക് 10 ഗെയിംസാണ് ഇവർ തന്നിട്ടുള്ളത്. പക്ഷെ വേറൊന്നും പറയാനില്ല, ഒരു ഷോർട്ട് വീഡിയോ, ഒരു കൊച്ചു വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം നിങ്ങൾ ഏതാ സ്കൂളിൽ പഠിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ മേരിമാതയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, നമുക്ക് പോകാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങൾക്കൊരു ചാലഞ്ച് തരാം. അതിലേത് ഇത് ഞാൻ പറയാം, ഫൗണ്ട് വിത്തൗട്ട് ലുക്കിംഗ്. അപ്പോൾ നമുക്ക് 3 ഊനോ കാർഡ്സാണ് ഗൈസ് നമ്മളെ കയ്യിലുള്ളത്. ഇതിൽ 1 +2 ആണ് ഗൈസ്, 1 +2 ആണ്. ഇതിൽ 1 +2 ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് 10 സെക്കൻഡ് ഇരുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അവേശ് ഇത് പറഞ്ഞവർ ശരിയാണ്, +2 ഗൈസ്. ഇനി ഒന്നും കൂടി ഞാൻ ഷഫിൾ ചെയ്യാം ഗൈസ്. നമ്മൾ ഇങ്ങനെയുള്ള ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെഗാ ചാലഞ്ച്. ഇതിൽ 1 +1 ആണ്. അതേതാണ്? ഏതാണ് +1? ഓക്കെ, ഈ ഉത്തരം പറയുന്നത് ശരി. ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇത് സൈഡിലുണ്ടായിട്ട് ഞാൻ ഇതാണ് നോക്കി. അപ്പോൾ ശരിക്കും ഇതാണ് ആൻസർ. ഇതാണ് നോക്കിയ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇതാണ് നോക്കിയപ്പോൾ ഇതാ ആൻസർ. ശരിക്കും ഈ ആൻസർ പറഞ്ഞവർ ശരി. ഇതാണ് കേസിൻ്റെ ശരിക്കും ആൻസർ ഇവിടെ ഉണ്ട്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇനി കുറേ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഗേസ്. നിങ്ങളുടെ വീഡിയോ പോസാക്കല്ലേ, വീഡിയോ നിർത്തല്ലേ ഗേസ്, സ്കിപ്പ് ചെയ്ത് വീഡിയോ. ഇനി കുറേ നേരം വീഡിയോ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഗേസ് ഇന്ന് ഞാൻ ഒരു ഡയറി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ഞാൻ എഴുതുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്ന് ഗൈസ് നിങ്ങൾ അവരെ പേര് ഇടാൻ നോക്കിക്കോളൂ. വേഗം നിങ്ങളുടെ പേര് കമൻറ്റിലേക്ക് രേഖപ്പെടുത്തു. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, നിങ്ങളോട് 3 വട്ടങ്ങാറ്റുമായി ഞാൻ പറയുന്നത് ആ ഷോർട്സിലെ കമൻറ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ മറന്നാൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റുമെന്ന്, പക്ഷെ നോക്കാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.
ഗൈസ് പറ്റിച്ചേ. ഞാൻ ശരിക്കും പോയില്ല ഗൈസ്. അപ്പോല്ലേ ഒരു കാര്യം പറയാണ് ഗൈസ് നിങ്ങളോട്. ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് വെക്കുന്നുണ്ട്. ചാലഞ്ച് എന്ന് വെച്ചാൽ ചാലഞ്ചല്ല, ഇപ്പോൾ ഒന്നും കൂടെ ഗെയിം കളിക്കും. ഞാൻ നിങ്ങളോടൊരു കള്ളം പറഞ്ഞു ഗൈസ്. ഞാൻ നിങ്ങളെ പറ്റിച്ചു ഗൈസ്. എന്താ പറയുക, കുറേ നേരം വീഡിയോ ഉള്ളു, ഇപ്പം തന്നെ കഴിയും വീഡിയോ. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്നാ ടാറ്റാ ബൈ ബൈ സീ യു. പറ്റിച്ചേ. അപ്പോൾ നമ്മൾ വീടൊന്നും സ്കിപ്പ് ആവില്ല. അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, എന്നാൽ ഇത് ശരിക്കുമാണ് കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ കുഞ്ഞുട്ടൻ ടോപ്പിക്സ്. ഡോ നോട്ട് റിമെമ്പർ ദാറ്റ്. നോ, യു നീഡ് ടു റിമെമ്പർ ദാറ്റ്. സോ അപ്പോൾ പക്ഷേ ഒരു കാര്യം പറയും, ഇന്നത്തെ ഒരു ടോപ്പിക്ക് കുറേ ആൾക്ക് പറയുന്നത് പൊളിക്കാനും പൊളിച്ചടിക്കുകയാണ്. പക്ഷേ ഒരു യൂട്യൂബർ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പുതിയ ഇതാക്കാം. ഹലോ ഗൈസ്, നിങ്ങൾ പൊളിച്ചടിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ടാറ്റ ബൈ ബൈ സീ യു. ഞാൻ പറയുന്ന പോലെയാണ്, ഈ കണ്ണാണ് കണ്ണ്. അപ്പോൾ ടാറ്റ. ഇപ്പം നിങ്ങൾ യൂട്യൂബ് കാണുന്നില്ലേ, അപ്പോൾ എന്നോടൊരു ഹൈ ആക്കിക്കോളൂ. ഓക്കെ, എന്നാൽ ടാറ്റ ബൈ ബൈ സീ യു.